വെളുപ്പിനെ 5:30 മണി നേരം. തൻ്റെ കിടക്കപ്പായിൽ നിന്നും ഉണർന്ന അമ്മയെ അന്വേഷിച്ചുകൊണ്ട് അടുക്കളയിൽ വന്നു. 2 കുഞ്ഞിക്കൈകൾ അരയ്ക്ക് ചുറ്റി. അമ്മയൊന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ മോണ കാട്ടിച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ടു. "ഇതെന്താ ഇന്ന് നേരത്തെ?" അമ്മ ചോദിച്ചു. "വെറുതെ" എന്ന് കൊഞ്ചിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. അതൊരു അവധി ദിവസമായിരുന്നു. "മണിക്കുട്ടി, എവിടെയാ കുട്ടിയെ നീ?" അമ്മ തിരക്കി നടന്നു. കറുത്ത വലിയ പൊട്ടുതൊട്ട് പുള്ളിയുടുപ്പുമിട്ട് പുറകിൽ കൈ കെട്ടി ചിരിക്കുകയായിരുന്നു അവൾ. അമ്മ കണ്ട നിമിഷം ഒരൊറ്റ ചിരി അടക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു, "ആരാ കുട്ടിയെ നിന്റെ മുഖത്ത് ഈ പപ്പടം വരച്ച് വെച്ചിരിക്കുന്നത്?" മണിക്കുട്ടി പറഞ്ഞു, "ഞാനാ അമ്മേ." അമ്മ അത് തുടച്ചു മാറ്റി ശരിയാക്കി കൊടുക്കുന്നതിനിടയിൽ തൻ്റെ കൺമഷി പുരണ്ട കൈകൾ കൊണ്ട് തൊടാൻ നോക്കി. അമ്മ വിലക്കി. "എടി കുറുമ്പി," അമ്മ പറഞ്ഞു. അവൾ ചിരിച്ചു. "മോളെ മോളെ." അവളൊന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ നളിനിയമ്മയായിരുന്നു. "താമസിച്ചു അല്ലേ?" അവൾ ദീർഘനിശ്വസിച്ചുകൊണ്ട് ജനലടികളിലൂടെ വെളിയിൽ നോക്കി. താൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കി. നളിനിയമ്മ തുടർന്നു, "നീ വന്നുവോ എന്ന് ദിവസവും ചോദിക്കുമായിരുന്നു. അതെങ്ങനെയാ, ലീവ് കിട്ടണ്ടേ?" "ആ, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യരുടെ കാര്യം." അവൾ അപ്പോഴും ജനലടികളിലൂടെ നോക്കുകയായിരുന്നു. തെക്കേ മുറ്റത്ത് എരിഞ്ഞടങ്ങുന്ന തൻ്റെ അമ്മയുടെ ചിത. അവസാനമായി ആ ശരീരത്തെ പുണരാൻ പോലും. അത്ര സമയത്തിരക്കായിരുന്നുവോ തനിക്ക്? ആ ചിതയിൽ അവളുടെ മനസ്സും എരിയുകയായിരുന്നു. കണ്ടില്ലേ മാളൂട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവളുടെ ചില വിലയേറിയ സമയത്തിൻ്റെ ഒരംശം പോലും അവൾക്ക് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോ ചെലവഴിക്കാൻ സാധിച്ചില്ല. അവരുടെ കാലശേഷം അവൾ അതിയായി ദുഃഖിക്കുന്നു അതിൽ. അപ്പോൾ ഇതുപോലെ തന്നെ നാം നിത്യജീവിതത്തിൽ ഒരുപാട് സമയത്തിരക്കുള്ള മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ആ സമയത്തിൻ്റെ ചെറിയ അംശമെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കണം. അതാരുമായിക്കോട്ടെ, അതെന്തു ബന്ധവുമായിക്കോട്ടെ. പക്ഷെ നമ്മൾ ആ സമയം ചെലവഴിക്കുമ്പോൾ നമുക്കും അവർക്കും ഉണ്ടാവുന്നൊരു സന്തോഷം അത് ചെറുതല്ല. അങ്ങനൊരു സന്തോഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കാര്യം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കീപ് സ്മൈൽ അറ്റ്ലീസ്റ്റ് 3 times per day. See you on next video. Till then, bye.